മുല കുടിക്കുന്ന കുട്ടി അമ്മയുടെ മറ്റൊരവയവമായി തീരുന്നു. മുലകുടി എന്ന ശീലം മാറിക്കിട്ടുന്നതുവരെ ആ അവാച്യമായ അടുപ്പം നിലനിൽക്കും. പിന്നീടൊരിക്കലും ആ ആത്മബന്ധം പുലർത്തുവാൻ കുട്ടിക്ക് സാധിക്കുകയില്ല. എൻ്റെ അമ്മമ്മയുടെ അമ്മാമൻ കുട്ടിയായിരുന്നപ്പോൾ തന്നെ കാരണവരുടെ ആജ്ഞയ്ക്കു വഴങ്ങി അമ്മയായ നാലപ്പാട്ട് മാധവിയമ്മ തൻ്റെ സ്നേഹഭാജനമായ ഭർത്താവിൽ നിന്ന് അകന്നു. കുട്ടി അമ്മയുടെ ഭീരുത്വത്തെയും നിസ്സഹായതയെയും വെറുത്തു. വിവാഹമോചനം പൊറുത്തു. പക്ഷേ അമ്മയുടെ പുനർവിവാഹം അവൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തി. എന്തുകൊണ്ട് തൻ്റെ അമ്മ കാരണവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചു? ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇതിലും ഭേദം. ആത്മഹത്യയ്ക്ക് തുനിയാഞ്ഞതും അമ്മയുടെ ഭീരുത്വത്തിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തമായി കുട്ടി കണക്കാക്കി. അങ്ങനെ വലിയമ്മാമനും അമ്മയ്ക്കും നടുവിൽ വികാരങ്ങളുടെ ഒരു കന്മതിൽ ഉയർന്നു നിന്നു. മകൻ്റെ ചിന്തകൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ആ പാവം മൗനത്തിൽ അഭയം പ്രാപിച്ചു. അവൻ്റെ കൺമുന്നിൽ വരാൻ കൂടി ഭയന്ന് ഇരുവടക്കിനിയിലും അറകളിലും വെളിച്ചം കാണാതെ ജീവിച്ചു. തൻ്റെ സൗന്ദര്യവാനായ മകൻ്റെ കണ്ണുകളുടെ തിളക്കം അവരെ ഭയചകിതയാക്കി. "അരുതേ കുട്ടാ, എന്നെ ചീത്ത പറയരുതേ" എന്ന വാചകം ഉച്ചരിക്കപ്പെട്ടതേയില്ല. എന്നിട്ടും മകൻ അത് പലതവണയും കേട്ടു. അമ്മമ്മയുടെ കണ്ണുകളിലെ അപരാധബോധവും നിസ്സഹായതയും അനുകമ്പയ്ക്ക് പകരം വെറും വെറുപ്പാണ് അവനിൽ ഉയർത്തിയത്. ഞാൻ ഓർമ്മ വച്ചു തുടങ്ങിയ കാലം മുതൽക്കേ അമ്മാമൻ മുടിനരച്ച ഒരു പണ്ഡിതനായിരുന്നു, ഒരു വലിയമ്മാമൻ. അദ്ദേഹം തൻ്റെ അമ്മയോട് എന്തെങ്കിലും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അമ്മാമൻ ഉണ്ണാൻ വേണ്ടി തെക്കിനിയിൽ പലകയിട്ടിരിക്കുമ്പോഴും വിളമ്പുകാരായി അമ്മമ്മയോ ചെറിയമ്മയോ മാത്രമേ സമീപത്തുണ്ടാവാറുള്ളൂ. വടക്കിനിയുടെ അഴികളിൽ കൂടി തിളങ്ങുന്ന കണ്ണുകളിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കണ്ണുകളും പെട്ടിരുന്നുവോ എന്നെനിക്ക് ഇന്ന് ഓർമ്മയില്ല. ആ കണ്ണുകളുടെ കീഴിൽ മരത്തണൽ പോലെയുള്ള നിഴലുകളുണ്ടായിരുന്നു. ഒരിക്കലും സൂര്യപ്രകാശം ലഭിക്കാത്ത കിണറുകൾ പോലെയായിരുന്നു അവ. ഒരിക്കലെങ്കിലും അവർ ചിരിക്കുന്നത് ഞാൻ കണ്ടില്ല. കുട്ടികളോട് വാത്സല്യം പ്രകടിപ്പിക്കുവാൻ അവർ മെനക്കെട്ടതുമില്ല. അടുക്കള സംബന്ധികളായ ചില പ്രവൃത്തികളിൽ വ്യാപൃതയായോ അറയിലിരുന്ന് നാമം ചൊല്ലുന്നതായോ മാത്രമേ ഞാൻ വലിയമ്മയെ ഓർക്കുന്നുള്ളൂ. അധികം നരകയറാത്തതും നീണ്ട സമൃദ്ധവുമായ തലമുടി ഞാൻ ഓർക്കുന്നു. നാലപ്പാട്ട് സാധാരണ കാണാൻ സാധിക്കാത്ത തവിട്ട് നിറമായിരുന്നു അവർക്ക്. കാട്ടുമാടം വലിയ നമ്പൂതിരിപ്പാടിൻ്റെ മകളായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിറം അവർക്കും കിട്ടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യവും സ്വർണം കെട്ടിച്ച ഒരു തുളസിമാലയും നാഗമ്പ് കൊണ്ട് നിർമ്മിച്ച ഉരുളൻ മോതിരവും മാത്രമേ ആഭരണങ്ങളായി വലിയമ്മയ്ക്ക് ഞാൻ ഓർക്കുന്ന കാലത്തുണ്ടായിരുന്നുള്ളൂ. അമ്മാമൻ്റെ ആദ്യ ഭാര്യ ചിന്നമ്മയ്ക്ക് മേൽത്തട്ടുള്ള കട്ടിൽ ഉണ്ടാക്കുവാനായി വലിയമ്മയുടെ കടകങ്ങളും മാലകളും ഒരിക്കൽ മകൻ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോയെന്ന് അമ്മമ്മയുടെ അമ്മയിൽ നിന്ന് ഞാൻ കേട്ടിരുന്നു. ഞൊറികളുള്ള മേൽക്കട്ടിയും കടഞ്ഞ കാലുകളുമുള്ള കട്ടിലുണ്ടാക്കി. പക്ഷേ അമ്മായി പ്രസവത്തിൽ രക്തസ്രാവത്താൽ മരിച്ചു. 1 വർഷം തികഞ്ഞില്ല ആ വിവാഹം അവരുടെ മരണത്തിൽ അവസാനിച്ചു. അവരെപ്പറ്റിയാണ് അമ്മാമൻ കണ്ണുനീർത്തുള്ളി എന്ന പുസ്തകത്തിൽ വിലപിച്ചത്. ഞാൻ ജനിക്കുന്നതിന് വളരെ മുമ്പാണ് ആ മരണം നടന്നത്. എനിക്ക് അമ്മാമൻ്റെ 2ാം ഭാര്യയായ കുട്ടിയോപ്പുവിനെ മാത്രമേ പരിചയമുള്ളൂ. കുട്ടിയോപ്പു ശൃംഗാരപ്രിയയും സംഗീത വിദൂഷിയും പ്രിയംവദയുമായിരുന്നു. അമ്മാമൻ താൻ അമ്പാഴത്തേൽ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുവാൻ നിശ്ചയിച്ചു എന്ന് ഒരു സന്ധ്യയ്ക്കാണത്രേ വീട്ടിലുള്ളവരോട് പറഞ്ഞത്. "ബാലാ" എന്ന് വലിയമ്മ ചോദിച്ചതായി മറ്റുള്ളവർ പറഞ്ഞത് ഞാൻ അറിഞ്ഞു. "അല്ല, ചിന്നമ്മയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്" എന്ന് അമ്മാമൻ പറഞ്ഞപ്പോൾ നാലപ്പാട്ടെ സ്ത്രീകൾ അമ്പരന്നുപോയി. അമ്മാമൻ്റെ വയസ്സ് തന്നെയായിരുന്നു ചിന്നമ്മയുടെയും വയസ്സ്. അവർ വൈകുന്നേരം പറമ്പിലും മണൽവഴിയിലും ഉലാത്തിക്കൊണ്ട് സംസാരിക്കാറുണ്ടെന്ന് നാട്ടുകാർക്ക് അറിയാമായിരുന്നു. അമ്മാമൻ ഒരിക്കലും അവരെ രഹസ്യമായി സന്ദർശിച്ചതുമില്ല. അവർ മിത്രങ്ങളായിരുന്നു. കോഴിക്കോട്ട് താമസിച്ചിരുന്ന ഒരു ധനികൻ ഐഡയ്ക്ക് ചിന്നമ്മയെ വിവാഹം ചെയ്യുവാൻ ആലോചിക്കുകയായിരുന്നു. ഭാര്യ മരിച്ച ഒരു ജന്മി. ആ ബന്ധത്തിൽ ചിന്നമ്മയ്ക്കും താല്പര്യമുണ്ടായിരുന്നതായി നാട്ടിൽ കേട്ടിരുന്നു. അമ്മാമൻ തൻ്റെ വിവാഹ നിശ്ചയത്തെപ്പറ്റി പറഞ്ഞപ്പോൾ വലിയമ്മ അസ്വസ്ഥതയായി. പക്ഷേ അവർ എതിർത്തതേയില്ല. പുരുഷന്മാരെ, സ്വന്തം ആൺമക്കളെ കൂടി എതിർക്കുവാൻ അന്ന് സ്ത്രീകൾക്ക് അവകാശമുണ്ടായിരുന്നില്ല. തൻ്റെ അച്ഛനമ്മമാർ തമ്മിൽ പിരിഞ്ഞതും അമ്മ വീണ്ടും വിവാഹം ചെയ്തതും അമ്മാമൻ്റെ മനസ്സിൽ മാറാത്ത വേദനയായി അവശേഷിച്ചിരിക്കണം. സ്ത്രീകൾ ശയന സാമഗ്രികളാണെന്നും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ആരും കാര്യമായി പരിഗണിക്കുകയില്ല എന്നും അമ്മാമൻ ബാല്യകാലത്തിലോ കൗമാരദിശയിലോ അങ്ങനെ ഗ്രഹിച്ചിരിക്കാം. അതുകൊണ്ടാവാം അദ്ദേഹം രതിസാമ്രാജ്യം എന്ന പുസ്തകം സസന്തോഷം എഴുതിത്തീർത്തത്. സ്ത്രീകളോട് തോന്നുന്ന അപരാധബോധം, മുഖ്യമായും തൻ്റെ അമ്മയോട് തോന്നിയ അപരാധബോധം മായ്ച്ചു കളയുവാൻ മറ്റൊരു മാർഗവും അദ്ദേഹം കണ്ടില്ലായിരിക്കാം. സ്ത്രീ ഒരു ശരീരം മാത്രമാണ്. അതുകൊണ്ട് കേടുവന്ന ഒരു കളിപ്പാട്ടത്തിനോട് തോന്നാവുന്ന നീർത്ത അനുകമ്പ മാത്രമേ അവളോടും തോന്നുവാൻ പാടുള്ളൂ. അതിലപ്പുറം അവൾ അർഹിക്കുന്നില്ല. രതിസാമ്രാജ്യം സ്വയം തിരഞ്ഞെടുത്ത ഒരു ചികിത്സാരീതിയായിരുന്നു.
അമ്മാമന് ആ ചികിത്സയും ഫലിച്ചില്ല. ഒരു ദിവസം രാവിലെ 8 മണിക്ക് അമ്മാമൻ കുളിമുറിയിൽ നിന്ന് പുറത്തു കടന്ന് 5-ാം പുരയിൽ കൂടി നടക്കുമ്പോൾ വലിയമ്മ ഒരു മരികയിൽ പരിപ്പും പേറിക്കൊണ്ട് എതിരെ വന്നു. പരിപ്പിൽ നിന്ന് മുഖമുയർത്തി തൻ്റെ മകൻ്റെ തുടുത്ത മുഖം അടുത്തു കണ്ടപ്പോൾ ആ കണ്ണുകൾ പെട്ടെന്ന് വികസിച്ചു. എന്നൊരു ശബ്ദം മാത്രം ഉച്ചരിച്ച് അമ്മാമൻ മെതിയടി ശബ്ദിച്ചുകൊണ്ട് നടന്നുപോയി. തൻ്റെ മകനെ മാറോടണയ്ക്കുവാൻ കലശലായി ആഗ്രഹിച്ചെങ്കിലും സംസാരിക്കുവാൻ കൂടി ധൈര്യപ്പെടാതെ വലിയമ്മയും തല താഴ്ത്തി അടുക്കളയിലേക്ക് പോയി. വലിയമ്മയ്ക്ക് കഠിനമായ വയറുവേദന വന്ന് അവർക്ക് ഡോക്ടർ ഭാസ്കരൻ മോർഫിൻ കൊടുത്തു. അമ്മാമൻ തെക്കേമുറിയിൽ മേലാകെ പ്രമേഹക്കുരു പൊന്തി കഷ്ടപ്പെട്ട് കിടക്കുകയായിരുന്നു. അമ്മാമനെ എടുത്തു വലിയമ്മ കിടന്നിരുന്ന കിഴക്കേ അറയിൽ കൊണ്ടുപോവാൻ ആരും ധൈര്യപ്പെട്ടില്ല. വലിയമ്മ ബോധരഹിതയായിരുന്നു താനും. അതുകൊണ്ട് അവർ മരിച്ചതിനു ശേഷം മാത്രമാണ് അമ്മാമൻ അവരെ കണ്ടത്. ജഗന്നാഥൻ തുണികൊണ്ട് മൂടിക്കെട്ടിയ ആ ശരീരം വീട്ടിൽ നിന്ന് പുറത്തേക്കെടുത്തപ്പോൾ തൻ്റെ കട്ടിലിൽ ചാരിയിരുന്നു കൊണ്ട് അമ്മാമൻ ഉച്ചത്തിൽ തേങ്ങിക്കരഞ്ഞു. വർഷങ്ങളോളം തന്നെ നിയന്ത്രിച്ച ഒരണക്കെട്ട് ആ നിമിഷത്തിൽ പൊട്ടിപ്പോയെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കണം. അമ്മേ, എൻ്റെ അമ്മേ എന്ന ആ നിലവിളി ജീവിച്ചിരിക്കുമ്പോൾ വലിയമ്മ കേട്ടിരുന്നുവെങ്കിൽ അവരുടെ കണ്ണുകളും മറ്റുള്ളവരുടെ കണ്ണുകളെപ്പോലെ തിളങ്ങുമായിരുന്നു. പ്രകടമാവാത്ത സ്നേഹം നിരർത്ഥകമാണ്. പിശുക്കൻ്റെ ക്ലാവ് പിടിച്ച നാണ്യശേഖരം പോലെ ഉപയോഗശൂന്യവും.